ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം എമ്പുരാൻ്റെ ടീസർ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ടീസർ ഇറങ്ങിയതിൽ പിന്നെ സോഷ്യൽ മീഡിയ ആളിപ്പടരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ആശീർവാദ് സിനിമാസിൻ്റെ 25ാം വാർഷികം കൂടിയാണ് ഇന്ന് സ്റ്റേജിൽ മമ്മൂക്കയെ കൂടെ കണ്ടപ്പോൾ നമുക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു സന്തോഷം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സദസ്സിനെയും അതേപോലെ ഓരോ പ്രേക്ഷകനെയും സന്തോഷിപ്പിക്കുകയും സന്തോഷം നൽകുന്ന ചിരി നൽകുകയും ചെയ്ത ഒരു കാര്യമാണ്. അതിനകത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യവും ഇങ്ങനെ തന്നെയാണ്. രാജു ഇത്ര ചെറിയൊരു പടം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ വലിയ പടമായിരിക്കും ഇത്. നമ്മളെല്ലാവരും ചേർന്ന് ഈ ഒരു പടം വിജയിപ്പിക്കുമെന്നുള്ളതാണ്. വേറെ ഏതൊരു താരത്തിൽ നിന്നാണ് ഇമാതിരി ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളത്, കേൾക്കാൻ ചാൻസ് ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷങ്ങൾക്ക് മുമ്പ് ആശീർവാദ് സിനിമാസിൻ്റെ ആദ്യ സിനിമയിലേക്ക് ചെല്ലുകയാണെങ്കിൽ നരസിംഹം എന്ന സിനിമയിൽ സുപ്രധാനമായ കഥാപാത്രമായിട്ട് മമ്മൂട്ടി എത്തുകയും ആ സിനിമയുടെ ഏറ്റവും വലിയ ലിവറേജായിട്ട് മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം മാറുകയും പിൽക്കാലത്ത് മലയാള സിനിമയുടെ ഐക്കണിക്കായിട്ടുള്ള ഒരു ക്യാരക്ടറായി തന്നെ അത് മാറുകയും ചെയ്തു. 15-20 മിനിറ്റ് മാത്രം ആ സിനിമയിൽ നിറഞ്ഞാടിയ മമ്മൂട്ടി തൻ്റെ സ്പേസിൽ താൻ തന്നെയാണ് സിനിമയുടെ നായകൻ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആ സിനിമയുടെ വിജയത്തിൽ ഒരു വലിയ ഭാഗമാവുകയും ചെയ്ത നരിയായി മാറിയത് നമുക്ക് അന്നറിയാവുന്നതാണ്. വീണ്ടും നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കാണുമ്പോൾ അവിടെയും ഒരു സംശയം ജനിക്കുമാണ്. വേറെ ഒന്നുമല്ല, മോഹൻലാലിൻ്റെ തന്നെ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന ഏറ്റവും ഗംഭീരം ഏറ്റവും വലിയ സിനിമയായി വരുന്ന ലൂസിഫറിൽ മമ്മൂട്ടി ഉണ്ടാകുമോ എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് നമ്മളെല്ലാവരും ചേർന്ന് വിജയിപ്പിക്കും എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ആ ഒരു സംശയം ജനിക്കുകയാണ്. വേറൊന്നുമല്ല, ഇതിലെ സുപ്രധാനമായ കഥാപാത്രമായി മമ്മൂക്ക ഉണ്ടാകുമോ എന്നുള്ളതാണ്. പലപ്പോഴായി പല റൂമറുകൾ നമ്മൾ കേട്ടിരുന്നു, ഇതിൽ മമ്മൂക്കയുണ്ട്, പിന്നീട് കേട്ടു മമ്മൂക്ക ഇല്ല എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇത്ര വലിയ ഒരു സിനിമയിൽ ഒരുപക്ഷെ ആശീർവാദിൻ്റെ 25ാം വാർഷികത്തിൽ വീണ്ടും അതേപോലെ തന്നെ ഒരു വമ്പൻ വിജയമാക്കി മാറ്റുന്ന ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെയും പ്രസൻസ് അത്യാവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുമ്പോൾ ഒരു താരത്തെ കൊണ്ട് മാത്രം അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒരു താരമല്ല, ഒരുപാട് താരങ്ങൾ ഇതിനകത്തിലുണ്ട് എന്നുള്ളതും നമുക്കറിയാം. എന്നിരുന്നാലും മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു സന്തോഷകരമായ കാര്യമാണ്. ഇതുകൂടാതെ നമുക്കറിയാം പല സിനിമകളിൽ ഇനിയും അവർ ഒരുമിച്ച് വരുന്നുണ്ട്. 3ഓളം ചിത്രങ്ങൾ ഉണ്ട്. പക്ഷേ ഇതൊരു സസ്പെൻസ് പോലെ വെച്ചിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾക്ക് എന്താണ് ആ ഒരു വാക്കുകളിൽ നിന്ന് തോന്നുന്നത്? മമ്മൂക്കയുണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു വാക്കും അറിയാതെ കൈവിട്ടു പോയ ആ ഒരു വാക്ക്, എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഈ ഒരു സിനിമയുടെ സുപ്രധാനമായ ക്യാരക്ടർ ആയിട്ടുണ്ടാകുമെന്നാണ്. അങ്ങനെ ഒരു സീനിലോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ മമ്മൂക്ക ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമയിലും മമ്മൂക്ക അഴിഞ്ഞാടിയതുപോലെ തന്നെ അഴിഞ്ഞാടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അത് നരിയാണ്, നരി എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.